ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു കാഷ്വൽ വെയർ ആൻഡ് ഈവൻ ഒരു ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റലോഗാണ് കാണാൻ പോവുക. ഇങ്ങനത്തെ കളേഴ്സ് സ്ട്രൈപ്ഡ് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റോക്ഡ് ഫോം എന്ന് പറയാം. നല്ല ഫാസ്റ്റ് മൂവിങ് ടൈപ്പാണ്. ഗ്രീൻ, ഗോൾഡൻ ബ്രൗൺ, അതുപോലെ ഒരു ബ്രിക്ക് പോലത്തെ കളർ, ബ്രിക്കല്ല കുറച്ചൊരു മേവർ ഷെയ്ഡ്, പിന്നെ ഈ ഒരു ടീൽ ഗ്രീൻ പോലെ നിൽക്കുന്ന ഷെയ്ഡ്. ഈ 4 കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. അത് സിൽക്ക് ഫാബ്രിക് ആണ്, സെമി സിൽക്ക് ഫാബ്രിക്. അതിൽ ഇങ്ങനെ സ്ട്രൈപ്ഡ് ഫോമും ടോപ്പ് അതുപോലെ ദുപ്പട്ടയാണ് ഇതുപോലെ ആ ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണ്. ഫുള്ളി ഇതിലിങ്ങനെ ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ്. അതും വെർട്ടിക്കൽ സ്റ്റൈലിലാണ്. നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ്. ഇങ്ങനെ ഒത്തിരി ഓവർ വർക്ക് ഇഷ്ടമില്ലാത്തവർ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഐറ്റമാണ്. സിൽക്ക് ഫാബ്രിക് വളരെ കംഫർട്ടബിൾ ഫാബ്രിക് ആണ്. ആൻഡ് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ദുപ്പട്ട വന്നിട്ട് സെയിം ആ ഒരു ഇതുണ്ട്, ആ ഒരു കോമ്പിനേഷൻസിലാണ് ദുപ്പട്ട വന്നിരിക്കുക. അതിൽ ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ആണ്. ബേസ് സെൽഫ് കളർ കൊടുത്തിട്ട് അതിന് മേലെ കൊടുത്തേക്കുന്ന പ്രിന്റാണ് ഡിഫറെൻറ്റ് കളർ. ആൻഡ് ബോർഡറും ആ ഒരു പ്രിന്റിൻ്റെ കളറിലാണ് എൻ്റെ ബോർഡർ ചെയ്തേക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഒരു എലഗൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലുക്കും ആൻഡ് ഒരു ചെറിയൊരു ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ളൊരു പാറ്റേൺ. 1140 പ്രൈസ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ടീൽ ബ്ലൂവും ഗ്രീനും ബ്ലണ്ടാണ്. ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു ടീൽ ഷെയ്ഡിൽ എന്ന് പറയാം. ഇതുണ്ടോ, അതിലും സ്ട്രൈപ്ഡ് പാറ്റേൺ. അത് ബേസിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്സിലായിരിക്കും ആ ഒരു സ്ട്രൈപ്ഡ് ഫോം വന്നത്. ഇതിൽ ഓവർ ഡീറ്റെയിലിംഗ് ഉള്ളവരിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കും. സിൽക്ക് ഫിനിഷ്ഡ് ഫാബ്രിക് ആണ്. ആൻഡ് ദുപ്പട്ടയാണ് ഇതിൽ കുറച്ചുകൂടെ ഇതുണ്ടോ, അതിൽ വർക്കായിട്ട് കാണാനുള്ളത് ദുപ്പട്ടയിൽ മാത്രമാണ്. ദുപ്പട്ട ഒരു ഡബിൾ ഷെയ്ഡ് സ്റ്റൈലിൽ ഡിജിറ്റൽ പ്രിന്റ്. എൻഡിൽ നല്ല ഹെവി ആയിട്ട് സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട ഇതുപോലെ ടാസൽസ് ചെയ്തേക്കുന്നുണ്ട്. ടീൽ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്. ആൻഡ് ബോട്ടം ടോപ്പിൻ്റെ അതേ കളറാണ്. ദുപ്പട്ടയിൽ മാത്രമാണ് ഒരു കോൺട്രാസ്റ്റ് കോംബോയിൽ ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. അതാണ് ഓവറോൾ ലുക്ക്. അടുത്തൊരു, അതായത് ഫാബ്രിക്കും ഡിസൈൻസും എല്ലാം സെയിം ആണ്. ബട്ട് ദുപ്പട്ടയിൽ മാത്രം ഇതിൽ മുന്നേ കണ്ടപോലെ ഒരു പിങ്ക് ടോണിൽ ലൈറ്റ്, അത് സെൽഫ് കളർ തന്നെയാണ് ഇതിൽ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കോംബോയിൽ ഈ പ്രിന്റിൻ്റെ അകത്ത് മാത്രം ഒരു ചെറിയ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ടാസൽ സെയിം ഫാബ്രിക് സ്ട്രൈപ്ഡ് ഫോം. 1140 ആണ് പ്രൈസ്. ഇതിലും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് ഫോട്ടോ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാം അത് ചെറിയ വർക്ക് ഡിഫറൻസിൽ വന്നിരിക്കുന്നതാണ്. എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. ഇപ്പം കണ്ട സെയിം ഫാബ്രിക്, ആ സ്ട്രൈപ്ഡ് ഫോം. ആൻഡ് ദുപ്പട്ടയിൽ ആണ് എല്ലാത്തിലും ഇപ്പം ചേഞ്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ദുപ്പട്ട ഇതേപോലെ നിൽക്കും. ആ ഒരു ബോർഡറിൽ ഡാർക്ക് കളർ കൊടുത്തിട്ട് സെൻറ്റർ പോർഷൻ അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ ഡിജിറ്റൽ പ്രിന്റ്. എൻഡിൽ നല്ല ഹെവി ടാസൽ. സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണ്. അങ്ങനെ പ്യുവർ സിൽക്കൊന്നും അല്ല, സിൽക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ്. ലോ റേഞ്ച് ആണ്. ബട്ട് കുറച്ചും കൂടി ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ലുക്കിൽ നിൽക്കും. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ആ ഒരു സിൽക്ക് ഫിനിഷ്ഡ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതിൽ മാത്രം ബോട്ടം 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്